ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാനും അൺബോക്സിങ് എല്ലാം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒപ്പോൻ്റെ റെനോ 14 എന്ന് പറഞ്ഞ ഒരു സ്മാർട്ട് ഫോണാണ്. നിങ്ങളൊരു 40,000 റേഞ്ചിൽ നിങ്ങളൊരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ കാറ്റഗറിയിൽ വരുന്ന ഒരു ഫോണാണത്. പ്രത്യേകിച്ച് ഒരു ക്യാമറ സെഗ്മെൻറ്റിൽ നിങ്ങളൊരു ഫോൺ നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാം ഒപ്പോൻ്റെ ഒരു ക്യാമറ സെഗ്മെൻറ്റിലാണ് ഈ റെനോ സീരീസ് വരുന്നത്. ഇതിൻ്റെ ഒരു സിൽവർ കളർ ബോക്സ് ആണ്. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ലൈറ്റൊക്കെ റിഫ്ലക്ട് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് കാണിക്കാത്തത്. ഇത് 3 കളറിൽ അവൈലബിൾ ആണ്: ഗ്രീന്, മിൻറ്റ്, പിന്നെ വൈറ്റ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഗ്രീനാണ്. നമ്മളിപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 24 hour ആയിട്ടുണ്ട്. ഇതാണ് സംഭവം. 8GB 256GB മോഡലാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര തിന്നാണ്. അതിൻ്റെ സ്പെക്സും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ 6.59 ഇഞ്ചിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz ഡിസ്പ്ലേ തന്നെയാണ്, LTPO തന്നെയാണ്. നല്ല വൺ ഓഫ് ദി ബെസ്റ്റ് കിഡിലൻ ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ പറയാം. ബെസൽസൊക്കെ യൂണിഫോമാണ്. ഭയങ്കര ബെസൽലെസ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ നമ്മുടെ ഒരു S25 റേഞ്ചൊക്കെ വരുന്നുണ്ട്. പിന്നെ കോർണിംഗ് കൊറിയിലുള്ള 7i പ്രൊട്ടക്ഷനാണ് അതിൽ വരുന്നത്. അത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യായിരുന്നു കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമുക്കിതിൽ സോഫ്റ്റ്വെയർ ബേസ് പറയുകയാണെങ്കിൽ നമുക്ക് Android 15 ആണ് വരുന്നത്. അതുപോലെ തന്നെ ColorOS ആണ് വരുന്നത്, ColorOS 15. നിങ്ങൾക്കറിയാം അത്യാവശ്യം നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് തന്നെയാണ് തരുന്നത്. നമ്മുടെ OxygenOS തന്നെ, സെയിം OxygenOS തന്നെ, ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. എല്ലാ ഫീച്ചേഴ്സ് അതിലുള്ള എല്ലാ ഫീച്ചേഴ്സ് ഇതിലുണ്ട്, ഇതിലുള്ള എല്ലാ ഫീച്ചേഴ്സും അതിലുണ്ട്. ചെറിയൊരു പേരുമാറ്റവും അതുപോലെ തന്നെ ചെറിയ കളർ സയൻസ് ഡിഫറൻസ് അത്രേ ഉള്ളൂ. അതൊക്കെ സെയിം ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം One UI കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് നെക്സ്റ്റ് ഏത് ആൻഡ്രോയിഡ് UI ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും OxygenOS അല്ലെങ്കിൽ നമ്മുടെ ColorOS എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ആ കാറ്റഗറി ആ സെഗ്മെൻറ്റിലും ഇത് ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അതിനേട്ടാ. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 8350 Dimensity പ്രോസസ്സറാണ് വരുന്നത്. 4 nanometer വരുന്ന പ്രോസസ്സറാണ്. അതുപോലെ തന്നെ മാലിയുടെ G615 എന്ന് പറഞ്ഞ GPU ആണ് ഇതിൽ വരുന്നത് കേട്ടോ. ഇതിൽ അതും പോരാണ്ട് തന്നെ NPU വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ AI ഫീച്ചേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രോസസ്സർ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. നിങ്ങൾ ഈ പ്രൊസസ്സർ നമ്മുടെ OnePlusന്റെ Nord CE5 എന്ന് പറഞ്ഞ മോഡലിലും കണ്ടിട്ടുണ്ടായിരിക്കും. അത് അപ്പെക്സ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇത് ഈ സെയിം മോഡൽ തന്നെയാണ്, പക്ഷേ അപ്പെക്സ് എന്ന് പറഞ്ഞൊരു മോഡലായിരുന്നു. പക്ഷെ ഇതിൽ നല്ലോണം ഒരു ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾമോസ്റ്റ് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഒരു 24 മണിക്കൂറായി. അപ്പോൾ അതിനുശേഷം നമ്മൾ റിവ്യൂ പറയുന്നത്, ക്യാമറയുടെ റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ 2 50 മെഗാപിക്സലും ഒരു 8 മെഗാപിക്സലും ഫ്രണ്ടിൽ 50 മെഗാപിക്സലാണ് വരുന്നത്. അപ്പോൾ ഓവറോൾ ഞാൻ ഇതിൻ്റെ കുറേ ഫോട്ടോ സാമ്പിൾസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്തായാലും ബോക്സിലേക്ക് പോകും. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക് ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്മാർട്ട് ഫോൺ ചിലപ്പോൾ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റും ബ്ലോഗുന്നതാണ് കേട്ടോ. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് കൂടെ അടിക്കാൻ മറക്കണ്ട. ഡിസ്ക്രിപ്ഷൻ ലിങ്കുകളെ കൊടുത്തിട്ട് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും ബ്ലോഗുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോക്സാണ് വരുന്നത്. അപ്പോൾ ഇതിന് ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് എല്ലാ കണ്ടന്റും വരുന്നുണ്ട് കേട്ടോ, ഇൻക്ലൂഡിങ് നിങ്ങളൊരു ഗ്രീൻ കളറാണ് എടുക്കുന്നതെങ്കിൽ ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് കേസാണ് കിട്ടുക. വൈറ്റും മിൻറ്റും ആണെങ്കിൽ നമുക്കൊരു ട്രാൻസ്പെറൻറ്റ് കേസാണ് കിട്ടുക കേട്ടോ. കേസിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്ലിപ്പറി കേസാണ്, പക്ഷേ ക്വാളിറ്റി ഒക്കെ നല്ലതാണ്. പക്ഷേ ഭയങ്കര സ്ലിപ്പറിയാണ് കേട്ടോ. അത് ഭയങ്കര ഒരു ഇഷ്യൂ എനിക്ക് തോന്നി. പിന്നെ 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. 6000 mAh ബാറ്ററി വരുന്നുണ്ട്. ഞാൻ ആക്ച്വലി 1 year എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 2 year വാറണ്ടി വരുന്നുണ്ട് ഞാൻ വാങ്ങിച്ച മോഡലിന്. പിന്നെ ഞാൻ ആക്ച്വലി ഇതിൻ്റെ ചാർജറും സംഭവമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്മുടെ വിവോൻ്റെ ചാർജർ പറയുമ്പോൾ രണ്ടിൻ്റെയും ടെക്നോളജിയൊക്കെ സെയിം തന്നെയാണ്, പക്ഷേ അവർ ചെറിയൊരു ഡിഫറൻസ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചാർജർ രണ്ടെണ്ണം ഫുൾ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നില്ല കേട്ടോ. പറയുമ്പോൾ ഇതിൽ PD ചാർജിങ് സപ്പോർട്ടൊക്കെ നമ്മുടെ ഫോണിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചാർജറിന് സംഭവമൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു ബോക്സിലത്തെ കാര്യത്തിൽ എക്സ്പീരിയൻസ്. അപ്പോൾ ഞാനൊരു ഇനീഷ്യൽ ഓവർവ്യൂ വേണമെങ്കിൽ പറയാം. നിങ്ങളൊരു 40,000 റേഞ്ചിൽ നിങ്ങളൊരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. അതിനാകെ ഒരു ഡ്രോബാക്ക് എന്ന് പറയാനുള്ളത് 40,000 റേഞ്ചിൽ വരുമ്പോൾ നമുക്ക് അതിന് തന്നെ ഇതിൻ്റെ ഓൾട്ടർനേറ്റീവ്സ് പറയാം. നമ്മുടെ V60 വരുന്നുണ്ട്, OnePlusന്റെ 13R വരുന്നുണ്ട്. ഈ രണ്ടെണ്ണമാണ് മെയിനായിട്ട് ഇതിൻ്റെ ഒരു കോമ്പറ്റീറ്റർ എന്ന് പറയാനുള്ളത്. 13R ക്യാമറയാണ് നിങ്ങളുടെ പ്രയോറിറ്റി എങ്കിൽ ആ 13R അവിടെ നിന്ന് അടിച്ചു പോകും. അതിൻ്റെ മെയിൻ ഇഷ്യൂ ക്യാമറയാണ്. അല്ലാത്ത പക്ഷം അത് കിടിലൻ ഫോണാണ്, പക്ഷേ ക്യാമറ ഒരു തല്ലിപ്പൊളിയാക്കി സത്യം പറഞ്ഞാലോ. അല്ലെങ്കിൽ ഞാൻ 13R ഉള്ളിൽ നമ്മുടെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. 13R ചെയ്തിട്ടുണ്ട് നമ്മൾ, 13FE 13E എന്നാൽ 13S ചെയ്തിട്ടുണ്ട്. പിന്നെ Nord 5 ചെയ്തിട്ടുണ്ട്, Nord CE5 ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് OnePlusൻ്റെ. അതിൻ്റെ വീഡിയോ കാണാത്ത കണ്ടു നോക്കുക. റിവ്യൂ ഒക്കെ നമ്മൾ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് 37,999 സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് കാർഡ് ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 2000 രൂപ ഫെഡറൽ ബാങ്ക് ഡിസ്കൗണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ AMOLED ഡിസ്പ്ലേ ആണ്, നിങ്ങൾക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ അവിടെ നിന്ന് കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇത്രയും ദിവസം 24 മണിക്കൂർ യൂസ് ചെയ്തതിൽ എനിക്ക് ആക്ച്വലി സാറ്റിസ്ഫൈഡ് ആണ്. ഒരു കോമ്പാക്ട് ഫോൺ സെഗ്മെൻറ്റിലാണ് വേണമെങ്കിൽ ഇതിനെ പെടുത്താട്ടോ. എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ നോർമൽ വരുന്ന സെഗ്മെൻറ്റ് ഫോണിൽ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു സൈസ് ഡിഫറൻസ് കണ്ടോ.
അപ്പോൾ അതുപോലെ തന്നെ ഓവറോൾ ക്യാമറ ആയിക്കോട്ടെ, ഞാൻ ക്യാമറയുടെ കാര്യം പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ക്യാമറ സാമ്പിൾസ് ഞാൻ ഇപ്പോൾ കുറേ കാണിച്ചു തരാം. നിങ്ങളിവിടെ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല ഞാൻ ക്യാമറയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇതിൽ നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ടൈം പ്രോസസ്സിങ് എടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ ഫോട്ടോ സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട്. നമ്മുടെ വിവോൻ്റെ നമ്മുടെ X2യുടെ FE പോലെ തന്നെ കുറച്ച് നേരം ഒരു എന്താ പറയുക പ്രോസസ്സ് ചെയ്യാൻ എടുക്കും, അതിനുശേഷം നല്ല ഫോട്ടോസ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. ചെറിയൊരു ടൈം നമ്മുടെ പണ്ടത്തെ ഗൂഗിൾ പിക്സലൊക്കെ പോലെ വലിയ കുഴപ്പമൊന്നുമില്ല, മിനിറ്റ്സ് ചെറിയ കുറച്ച് സെക്കൻഡ്സുകൾ മാത്രമേ ഉള്ളൂ. മാക്സിമം ഒരു പോയി കഴിഞ്ഞാൽ 20 സെക്കൻഡ്സ് അത്രയൊക്കെ ഉള്ളൂ കേട്ടോ, അല്ലാണ്ട് ഭയങ്കര ടൈമൊന്നും എടുക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം നോട്ട് ചെയ്യാൻ മറക്കരുത്. അല്ലാത്തൊരു പക്ഷം ഓവറോൾ വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ. നല്ല സൗണ്ട് വരുന്നുണ്ട്, നല്ല സൗണ്ട് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് 2 അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്ഡേറ്റിന് ശേഷം ബാറ്ററി ബാക്കപ്പും കിട്ടില്ലാണ്. ഞാൻ ഇന്നലെ ചെയ്തതാണ്. ഇപ്പോഴും നമുക്ക് 52% ബാറ്ററി കണ്ടു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഇപ്പോൾ പറയാറായിട്ടില്ല, ഓൾമോസ്റ്റ് എന്തായാലും ഒരു 12-13 റേഞ്ചിൽ സ്ക്രീൻ ഓൺ ടൈം എന്തായാലും കിട്ടും സാധനത്തിന്. 6000 mAh ബാറ്ററിയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവരുടെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കിടിലുണ്ട്, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. എന്താ പറയുക, ഫീച്ചേഴ്സിൻ്റെ പൂരങ്ങളാണ്. പിന്നെ ഇതിൽ കുറേ ബ്ലോട്ട് വൈസും കുറേ കണ്ണിക്കട്ട ഗെയിംസും അങ്ങനത്തൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയണം കേട്ടോ. അതുപോലെ തന്നെ ഇവരുടെ കുറേ ആപ്പുകൾ 2-3 ആപ്പ് ഇവരുടെ ഉണ്ട്. നമ്മുടെ ഒപ്പോൻ്റെ കുറേ ആപ്പുകളുണ്ട്, അതും ഡിസേബിൾ ചെയ്ത് വെക്കണം. ഇപ്പം ഞാൻ എല്ലാം ഡിസേബിൾഡാണ്, ഇപ്പോൾ ഒറ്റ വേറെ ബ്ലോട്ട് വൈസും ഇല്ല. അപ്പോൾ അത് ചെയ്യാൻ പറ്റും, പക്ഷേ കുത്തി നിറച്ചിട്ടാണ് അതിന് വരുന്നത്. വേറെ ഒരു നെഗറ്റീവ് പോയിന്റാണ്, പക്ഷേ എല്ലാം കളയാൻ പറ്റും, അതിൻ്റെ ഒരു ഭാഗ്യമായിട്ട് അത്രേ ഉള്ളൂ. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നൊരു ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം ഈ കാറ്റഗറിയിൽ. ഇതിൻ്റെ പ്രോ സെക്ഷൻ ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല. 50,000 റേഞ്ച് വരുന്നുണ്ട്, 50,000 റേഞ്ചിൽ നമുക്ക് വേറെ ഫോണുകൾ കിട്ടും. പക്ഷേ ഒരു 40 റേഞ്ചിൽ നിങ്ങളൊരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ Reno 14 നോക്കാവുന്നൊരു ഫോൺ തന്നെയാണ് കേട്ടോ. സർവീസ് ആയിക്കോട്ടെ നിങ്ങൾക്ക് അറിയാം, അത്യാവശ്യം കുഴപ്പമില്ല സർവീസാണ്, OnePlusൻ്റെ പോലെ തന്നെ. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും ടോപ്പ് നോച്ചാണ് കേട്ടോ, അടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. 183 gram സംതിങ് ആണല്ലോ, പക്ഷേ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് തോന്നുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ ഭയങ്കര സ്ലിം ആകണ്ടു, പറയുമ്പോൾ 6000 mAh ബാറ്ററി ഉണ്ട് ഇതിൽ, ഭയങ്കര സ്ലിമ്മാണ്. എന്താ പറയുക, നല്ല കോമ്പാക്റ്റ് ആണ്, കണ്ടു കോമ്പാക്റ്റ് ആണ്. ഇപ്പോൾ കേസ് ഇട്ടാൽ പോലും നല്ല കോമ്പാക്റ്റ് സാധനം. പിന്നെ കറക്റ്റായിട്ട് കയ്യിലിരുന്നോളും, ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും നമ്മൾ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല, പ്രോബ്ലം ഒന്നും ഇല്ല. നമ്മൾ അത്യാവശ്യം ക്യാമറ സാമ്പിൾസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, വലിയ കാര്യങ്ങളൊന്നും ഫേസ് ചെയ്തിട്ടില്ല. പിന്നെ അതിൻ്റെ പൂരാണ്, OnePlusൻ്റെയും ഇതേപോലെ സെയിം തന്നെയാണ്. എനിക്ക് കുറച്ചുകൂടി ഞാൻ നോക്കിയാൽ സാംസങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഗൂഗിളിൻ്റെ AI ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത് ഈ കളർ വോയിസുകാരും അതുപോലെ തന്നെ ഓക്സിജൻ വോയിസിലാണ് കേട്ടോ. സൂപ്പറാണ്, എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ്, ശരിക്കും വണ്ണുവിനെക്കാട്ടും കുറച്ചുകൂടി നല്ലൊരു എക്സ്പീരിയൻസ് ഇതിൽ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അതിൻ്റെ പൂരാണ് കേട്ടോ, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. അപ്പോൾ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു. നിങ്ങളൊരു 40,000 റേഞ്ചിൽ പ്രത്യേകിച്ച് ക്യാമറ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നൊരു ഫോൺ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, അടുത്ത വീഡിയോ കാണാം.